മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ മീനില്ലാത്ത നല്ല അടിപൊളി ഒരു രുചിയിലുള്ളൊരു മീൻകറിയാണ് റെഡിയാക്കാൻ പോണത്. അപ്പം അത് നമ്മൾ എന്ത് വെച്ചാൽ ഉണ്ടാക്കുന്നത് നോക്കണ്ടേ. ഈ കോവയ്ക്ക വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മീൻകറിയുടെ അതേ രുചിയിൽ നമ്മൾ പണ്ടൊക്കെ വെക്കുന്ന പോലെ തേങ്ങ അരച്ച് വെക്കുന്ന ഒരു അടിപൊളി കറിയാണ്. നമ്മളിതേ കോവയ്ക്ക കഷ്ണങ്ങളെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി ഇതേ മെഴുക്ക് പുരട്ടിക്ക് അരിയുന്ന പോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരുപാട് കനത്തിലല്ലാതെ അരിയാൻ ശ്രദ്ധിക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് നമ്മളൊരു ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം കേട്ടോ. നോക്കി നിന്ന് വറുത്തെടുക്കണം നമ്മൾ. കാരണം കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. അപ്പോൾ കരിഞ്ഞു പോകാതെ നമ്മൾ ഇളക്കി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർത്ത് നമ്മൾ നല്ലതായിട്ടൊന്ന് അരച്ച് കൊടുക്കണം. ഇനി ഇതിന് നമ്മൾ ഉലുവ പൊട്ടിക്കുന്നുണ്ട് ഈ കറിക്ക്. ഉലുവ മുഴുവനോടെ ഇടുന്ന ഇഷ്ടമില്ലാത്തവർ ഈ സമയത്ത് ഉലുവാപ്പൊടി ഇട്ട് അതും കൂടെ നല്ലതായിട്ട് നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ. ആ അരഞ്ഞ് കിട്ടുന്ന സമയം കൊണ്ട് നമ്മുടെ കോവയ്ക്കായും നല്ല റെഡിയായി വരും. നമുക്കിതൊരു 10-15 മിനിറ്റുള്ള റെഡിയാക്കാവുന്ന കറിയാണ്. അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇത് മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് രുചി വരുന്നത്. അപ്പോൾ ഈ അരപ്പ് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കലക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള രീതിയിൽ പച്ചമുളക് ചേർക്കാം. പിന്നെ ഒരു കുടംപുളി. ഈ എരിവും പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റി അനുസരിച്ച് ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ഇടും. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആദ്യം ഒരു ശകലം ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മൾ കറി ആയി കഴിഞ്ഞിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. കാരണം കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചട്ടിയിലെല്ലാം റെഡിയാക്കിയിട്ട് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ നമ്മളൊരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. അപ്പോഴത്തേനും നമ്മുടെ കോവയ്ക്കൊക്കെ റെഡി ഉണ്ട്. ഈ ഒരു പരുവം, തീരെ കരിഞ്ഞു പോകാത്ത ഈ ഒരു പരുവത്തിൽ വേണം. പിന്നെ നമ്മൾ കടുക് വറുക്കാനായിട്ട് ഇഞ്ചി, കറിവേപ്പില, വറ്റൽമുളക്, ഒരു 3-4 ചെറിയ ചുമന്നുള്ളിയാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ആ സമയം കൊണ്ട് നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടെ മൂടി വെച്ച് നല്ലതായിട്ടൊന്ന് തിളച്ച് വരുന്ന പോലെ. അപ്പോൾ നല്ലതായിട്ട് കറി തിളച്ച് വന്നിട്ട് നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ആ കോവയ്ക്ക കഷ്ണങ്ങളും കൂടെ ചേർത്ത് തീ സിം ചെയ്തിട്ട് നമുക്കൊരു 2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം. നേരത്തേനും ആ കോവയ്ക്ക കഷ്ണങ്ങൾ ആ ചാറിൽ കിടന്ന് ആ കോവയ്ക്കയുടെ ഇതൊക്കെ ആ ചാറിലോട്ട് ഇറങ്ങി നല്ല ഇതാവും. ഒന്നും കൂടെ മൂടി വെക്കാം. ആ സമയത്ത് നമുക്ക് കടുക് വറുക്കാം. നമ്മൾ ആ കോവയ്ക്ക വറുത്ത എണ്ണയിൽ തന്നെ കടുക് വറുത്താൽ മതി, സെപ്പറേറ്റ് എണ്ണയൊന്നും വേണ്ട. അപ്പോൾ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകും ഉലുവയും കൂടെ, ഞാൻ പറഞ്ഞാൽ ഉലുവ മുഴുവനായിട്ട് ഇടാൻ ഇഷ്ടമില്ലാത്തവർ അരപ്പിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉലുവപ്പൊടി അരച്ച് ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ മുഴുവനോടെയുള്ള ഉലുവയാണ് ഇതിൻ്റെ കൂടെ പൊട്ടിക്കുന്നത്. ഇനി ഉലുവ ചേർക്കുമ്പോഴും ഉലുവ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉലുവ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറിക്കൊരു കയ്പ്പ് രുചി വരും. അപ്പോൾ അത് രണ്ടും കൂടെ പൊട്ടിച്ചത്തേന് ചുമന്നുള്ളി ഇട്ടിട്ടുണ്ട്. ചുമന്നുള്ളി ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേനും ഇഞ്ചിയും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ കറിവേപ്പിലയും വറ്റൽമുളക് ചേർത്താൽ മതി. അല്ല കരിവേപ്പിലൊക്കെ ഭയങ്കര എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്ത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നല്ലതായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് കറി ഒന്ന് മൂടി വെക്കാം. നമ്മൾ രാവിലെ വെച്ചിട്ട് ഉച്ചയ്ക്കാണ് കഴിക്കുന്നതെങ്കിൽ ആ സമയത്ത് ഇളക്കി എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ കടുക് വറുത്ത് ചേർത്തതിൻ്റെയും പുളിയും എല്ലാം കൂടി ഇറങ്ങി നല്ല ഒരു നാടൻ കറിയുടെ ഒരു രുചി വരും നമുക്ക്. അപ്പോൾ എത്ര ഫാസ്റ്റ് ഫുഡ് ഉണ്ടല്ലോ, എത്ര ബിരിയാണി ഉണ്ട്, ഇതുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിത് കൂട്ടി ചോറുണ്ണുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ഒന്നിനും കിട്ടത്തില്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൂടിയൊക്കെ ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കൊണ്ടാണ് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് ഇളക്കുന്നത്. അല്ല, ഇത് ഞാൻ ഉറപ്പായിട്ടും കഴിക്കുന്ന സമയമാകുമ്പോഴേ ഇളക്കുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമുക്ക് മീനിനൊക്കെ ഭയങ്കര വിലയാണല്ലേ. അപ്പം ഒരു ദിവസം നമുക്ക് മീനില്ലാതെ ഈ കറി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ്, അടിപൊളി ടേസ്റ്റാണ്. കാരണം 100% ഞാൻ ഗ്യാരണ്ടിയാണ് അതിന്. കാരണം എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി ഇതുപോലത്തെ കുഞ്ഞു വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.